നമുക്ക് നമ്മുടെ മണിക്കുട്ടന് വെള്ളം കൊടുക്കാൻ വേണ്ടി പോകട്ടോ. രാവിലെയാണ് ഒരു 7:30 7:45 ആയിട്ടുണ്ട്. ഈ സമയത്താണ് ഞാൻ എന്നും വെള്ളം കൊടുക്കുന്നത് കേട്ടോ. ഇന്ന് അവന് വെള്ളം കൊടുക്കാൻ പോകുന്നോന്ന് കാണാം. കുറച്ച് ദൂരെ അവനെ കെട്ടിയേക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ തൊഴുത്തിലല്ല കെട്ടിയേക്കുന്നത്, കുറച്ച് അപ്പുറമുള്ളൊരു തൊഴുത്തിലാണ്, അപ്പുറത്തെ വീട്ടിലെ തൊഴുത്തിലാണ് കെട്ടിയേക്കുന്നത്. ഇവിടെ ഇടയില്ലാത്തത് കൊണ്ട് എല്ലാവർക്കും മഴയൊക്കെ പെയ്തോ? ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് മഴയൊക്കെ പെയ്തു. വലിയ മഴയൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. വേനൽ മഴ പെയ്തെന്ന് പറഞ്ഞാലും ചില ജില്ലകളിലും ചില സ്ഥലങ്ങളിലൊക്കെ നല്ലപോലെ മഴ കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ അതിന് മാത്രം ഒന്നും മഴ കിട്ടിയിട്ടില്ല. ഇവിടെ നല്ല ചൂടായിരുന്നു കഴിഞ്ഞ ദിവസം വരെ. പിന്നെ ചെറുതായിട്ട് മഴ പെയ്തു. അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഒരു ചെറിയ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ കിണറ്റിലൊന്നും വെള്ളം വന്നിട്ടില്ല. കിണറൊക്കെ വറ്റി തന്നെ കിടക്കുവാണ്. ഞാൻ കാണിച്ചു തരാവേ കിണർ കിടക്കുന്നേ. വെള്ളം കാണാൻ പറ്റുന്നുണ്ടല്ലേ? അങ്ങടിയിലാണ് വെള്ളം. പിന്നെ ഞങ്ങൾ കുറേ വെള്ളമൊക്കെ അടുപ്പിച്ചു. ലോറിക്ക് വെള്ളം കൊണ്ടുവന്ന് അടുപ്പിച്ചു. അതുകൊണ്ട് ഞങ്ങൾക്കിപ്പോൾ ആവശ്യത്തിന് വെള്ളമുണ്ട്. മണിക്കുട്ടൻ കിടക്കുവാണ്. ഡാ മണിയേ, മണിക്കുട്ടാ ഒരു ഏച്ചടാ, ഏച്ചേ ഏക്ക ഇന്നെ ഏക്കാത്തന്നെ വെള്ളം കൊണ്ട് വന്നാ ഏക്ക്. മണിക്കുട്ടാ ഏക്കടാ അവനെ കുട്ടാപ്പി ഏക്കടാ. ഇതാണ് മണിക്കുട്ടൻ, നമ്മുടെ കുഞ്ഞു മണിക്കുട്ടനാണ്. ഇപ്പം അവൻ 1 വയസ്സായി. ഈ മാസമാണ് അവൻ 1 വയസ്സായത്. കഴിഞ്ഞ മെയ് മാസത്തിലാണ് അവനുണ്ടായത്. അല്ലേ ഡേക്കരെ? എൻ്റെ നാണിക്കുട്ടിയുടെ കുഞ്ഞാവ. അപ്പൂച്ചേ ഡാ, അമ്മ ഇന്ന് വെള്ളം കൂട്ടിയിട്ട് വരാം കേട്ടോ. വെള്ളം കൂട്ടി വെച്ചിട്ട് വന്നിട്ട് നിന്നെ കഴിക്കാം. അല്ലേ പിന്നെ നീ സമ്മതിക്കൂല. പയ്യെ ഏറ്റാ മതി, പെടച്ചേക്കണ്ട. അഭ്യാസമൊക്കെ കാണിക്കുന്നുണ്ട്. രാവിലെ എഴുന്നേറ്റിട്ട് മൂരിന് വരുന്നു. നമ്മുടെ ചേട്ടനും കൂടെ പോന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ റാംബോ ചേട്ടൻ. ഞാൻ എവിടെ പോയാലും എൻ്റെ കൂടെ പോരും. മുന്നേ കയറി ഓടും. എന്നെ ഫ്രണ്ടിൽ വിടത്തില്ല. അവനാണ് ആദ്യം ഓടുന്നത്. എന്തിനാടാ നമ്മുടെ പാത്രം ഇന്നലെ തന്നാ നീ കമത്തിയോ? മുഴുവൻ കുടിച്ചിട്ടുണ്ടല്ലോ. ചിലപ്പോൾ അവനിവിടെ എല്ലാം കമത്തിയിടും കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്. ഏറ്റ് നിന്നു. ഞാൻ പോയി വെള്ളം കൂട്ടി വെക്കട്ടെ, എന്നിട്ട് നിന്നെ അഴിച്ചുകൊണ്ട് പോകാം കേട്ടോ. നീ എന്നെ കാണാൻ വന്നാടാ? ഇവിടെ വെള്ളം പിടിച്ചു വെച്ചിട്ടുണ്ട്. ആ വെള്ളം എടുത്ത് നമ്മൾ ഈ കൊണ്ടുവന്ന വെള്ളത്തിൻ്റെ കൂടെ കൂട്ടണം. അങ്ങനെയാണ് അവന് കൊടുക്കുന്നത്. ഞാൻ അഴിക്കാൻ പോവാം. ഈ ചാണകം എല്ലാം വാരണം, വാരിക്കൊണ്ടുപോയി കളയണം. അങ്ങനെ പണികൾ പലതാണ്. മാറി നിന്നേടാ ഇച്ചിരി.
മാറി ഇന്നെ അയച്ചു വിടാം. ഇച്ചിരി കൂടെ മാറി നിൽക്കാവോ? ഭയങ്കര കള്ളനാണ് ഇവന് വെള്ളം വെച്ച് കൊടുത്താണ്ടല്ലോ ഇവൻ ആ വെള്ളം എല്ലാം കമത്തിക്കളയും. അങ്ങനെ ഒരു സ്വഭാവമുണ്ട് ഇവന്. അതുകൊണ്ട് ഞാൻ നോക്കി നിൽക്കേണ്ടി വരും കുടിക്കുന്നവരെ. പിന്നെ ഞാൻ നോക്കി നിന്നാൽ അവനൊരു കുഴപ്പമുണ്ടാവും, കുടിക്കത്തുമില്ല. പോ ഇറങ്ങ. നോക്കി നിന്നാൽ അവൻ കുടിക്കത്തില്ല. എന്നിട്ട് ഞാൻ എവിടെയെങ്കിലും മാറിപ്പോയി നിന്നാൽ അവൻ ആ വെള്ളം കുടിക്കുന്ന കാണാം. പോ 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 പോകാനേ. അവനവിടെ നിന്നോട്ടെ, സാരില്ല. പോ പോ. പോടാ അവിടെ നിന്ന്, അവനെ പേടിപ്പിക്കാതെ. നിനക്കിട്ട് ഒരു തൊഴി വെച്ച് തന്നാണ്ടല്ലോ. റാംബോ നീ തല്ല് മേടിക്കും കേട്ടോ. അവനൊന്നും തൊഴിക്കാനില്ല നീ. ഞാനിവനെ ഇവിടെ വെള്ളം കൊടുത്തേച്ചിട്ട് മാറിപ്പോകുന്ന സമയത്ത് ഇവൻ ഇത് കമത്തും. അതിനാണ് ഇങ്ങനെ കല്ലൊക്കെ വെച്ച് കൊടുത്തേക്കുന്നത്. കല്ലിങ്ങനെ വെച്ചേക്കുവാണെങ്കിൽ പിന്നെ കമത്തത്തില്ലല്ലോ. എന്നാലും കമത്തും കേട്ടോ. പിന്നെ ഞാൻ പോയോന്ന് നോക്കുവൻ. ഞാൻ എങ്ങോട്ടേലും മാറിയെന്ന് കാണുമ്പോഴേ അവൻ വെള്ളം കുടിക്കത്തുള്ളൂ. ആ മുകളിലത്തെ വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ വരുന്ന ഓക്കയൊക്കെ ഉണ്ടല്ലോ, അതവൻ ആ തലയും കൊണ്ട് ഒരൊറ്റ മറിയ. അങ്ങനെയൊക്കെ ചില കുസൃതികൾ ഇവനുണ്ട്. ഞാൻ നോക്കി നിന്നാ കുടിക്കുകയല്ല അല്ലേടാ. ഞാനെന്നിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറിപ്പോയേച്ചിട്ട് അവിടെ നിന്നിങ്ങനെ പതുക്കെ നോക്കും. നോക്കുമ്പോഴവൻ കുടിക്കുമായിരിക്കും. ഞാൻ നോക്കിക്കൊണ്ട് നിന്നാൽ ഇവൻ കുടിച്ചിട്ട് പോകാൻ, മറിച്ച് കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് നോക്കിക്കൊണ്ട് നിന്നാൽ ഇവൻ കുടിക്കത്തേ ഇല്ല. ഇനിയിപ്പോൾ ഇച്ചിരി താമസിച്ചഴിക്കാൻ, അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇച്ചിരി കുടിക്കുന്നുണ്ട്. മുഴുവൻ കുടിക്കുക കേട്ടോ. നമ്മുടെ ഈ മാവേലേ ഒരു മാങ്ങ ഉണ്ടായിട്ടുണ്ട്, കാണിക്കാം. ആദ്യമായിട്ടുണ്ടായ മാങ്ങയാണേ. ഒരുപാട് പൂക്കളുണ്ടായിരുന്നു, അത് മുഴുവനും പൊഴിഞ്ഞു പോയി. എന്നിട്ട് ആകപ്പാടെ ഒരു മാങ്ങായേ ഉണ്ടായിട്ടുള്ളൂ. ആരും കണ്ടിട്ടില്ല. അത് കാണിച്ചു തരാം. ഇതാണ് ആ മാങ്ങ. കിളിച്ചുണ്ട മാങ്ങയാണ്. ആകപ്പാടെ ഒരെണ്ണേ പിടിച്ചിട്ടുള്ളൂ. ആരും കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പറിച്ചുകൊണ്ട് പോയി പച്ചയ്ക്ക് തിന്നേനെ. അത്യാവശ്യം വളർന്നിട്ടുണ്ട്. വേറെ ഒരൊറ്റ മാങ്ങ ഇവത്തൽ പിടിച്ചിട്ടില്ല. മുഴുവൻ ഉണങ്ങിപ്പോയി. അതുപോലെ റംബൂട്ടാൻ ഒത്തിരി ഉണ്ട് കേട്ടോ. ഇത് കൊള്ളത്തില്ല ഈ റംബൂട്ടാനൊന്നും. നല്ല പുളിയാണ്. പിന്നെ അധികം കഴിക്കാൻ ഇതിനകത്തൊന്നുമില്ല. നമ്മുടെ വീട്ടിലുള്ള പോലെ തന്നെ പുളിപ്പും കഴിക്കാനുമില്ല. ഇത് നാടനാട്ടോ, നാടൻ ഇനത്തിൽപ്പെട്ട റംബൂട്ടാൻ. അതുകൊണ്ട് എങ്ങനെ ഇരിക്കുന്നത്. മഹാശല്യമോ, വവ്വാല് വന്നിട്ട് മുഴുവനും കൂടെ താഴോട്ടിട്ട് ഭയങ്കര ബഹളമായിരിക്കും ഇവിടെ. എന്നാടാ നീ മണിക്കൂട്ടനെ പേടിപ്പിക്കുന്നേ? റാംബോ, എന്തിനാ നീ മണിക്കൂട്ടനെ പേടിപ്പിക്കുന്നത്? അവൻ നിനക്കെട്ട് തൊഴിച്ചാണ്ടല്ലോ. കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ, ഇവൻ അവൻ്റെ പുറകിൽ കൂടെ വന്നിട്ട് ഒരൊറ്റ പേടിപ്പീര്. അവൻ പേടിച്ചിട്ട് ആ പുറകുകാലെടുത്തിട്ട് ഒരൊറ്റ തൊഴി ഇവനിട്ട്. ജസ്റ്റ് മിസ്. ഇവനിട്ട് കൊണ്ടില്ല. കൊണ്ടായിരുന്നെങ്കിൽ ഇവൻ പടമായിപ്പോയനെ. റാംബോയേ, വലിയ പുള്ളിയാന്ന് അവൻ്റെ വിചാരം. നീ അവനെ ഒന്നും ചെയ്യാൻ പോകരുത്. അവൻ നിന്നെ പടമാക്കും. മനസ്സിലായോ? അവൻ്റെ പുറകിൽ പോയി കുരയ്ക്കൊന്നും ചെയ്യരുത്. റാംബോ, അങ്ങനെയൊന്നും ചെയ്യല്ലോ കേട്ടോ. പിന്നെ തൊഴിക്കും അവൻ ആരെ പുതിയതായിട്ട് ആരെ കണ്ടാലും പരിചയമില്ലാത്തവരെ കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ പുറകുകാലിന് തൊഴിക്കും. പ്രത്യേകിച്ച് പട്ടിയൊക്കെ. പട്ടി അവൻ്റെ അടുത്തോട്ട് ചെന്നിട്ട് ഒരുപാട് കുരയ്ക്കും. അത് അവന് ഇഷ്ടമല്ല. അവനൊരൊറ്റ തോണ്ടങ്ങ് വെച്ച് കൊടുക്കും കാലിന്. അതുകൊണ്ട് ഇനി പോകല്ലോ കേട്ടോ. അവൻ കുടിച്ചോന്ന് നോക്കാൻ പോയി. വാടാ. കുടിച്ചോടാ. കണ്ടില്ലേ, അതിൻ്റെ മട്ടെല്ലാം കൂടെ ഇട്ടിട്ടുണ്ട് മറിക്കാനായിട്ട്. ഞാൻ പോകുന്ന നോക്കി. അതിനാ ഈ കല്ലെല്ലാം ചുറ്റും വെച്ചേക്കുന്നത്. ഇപ്പം അവന് മറിക്കണ്ടല്ലോ. ഈ കല്ല്
എല്ലാം വെച്ചേക്കുന്ന ഇവനെ പേടിച്ചിട്ടാ, മറിക്കാതിരിക്കാൻ വേണ്ടി. ആ കുടിക്ക. കളയാതെടാ കൊച്ചേ, കളയാടാ കുഞ്ഞേ. കുഞ്ഞപ്പാ കുഞ്ഞേ, മണിക്കുട്ടാ കുടിച്ചിട്ടാട്ടാ. നീ എന്നാടാ അവിടെ പോയി പുല്ല് തിന്നേ? ഇവിടെ അപ്പടി പള്ള പിടിക്കാൻ തുടങ്ങി കേട്ടോ. നമ്മളെന്നും ഒന്നും ഇവിടെ അടിച്ചു വാരുന്നൊന്നുമില്ലല്ലോ. ഇവിടെ താമസമില്ലാത്തൊരു വീടാണ്, അതുകൊണ്ടാണ് നമുക്കിവിടെ പശുവിനെ കെട്ടാനൊക്കെ പറ്റുന്നത്. കെട്ടാനും തൊഴുത്തിലൊക്കെ ആണെങ്കിലും കയറ്റി കെട്ടാനായിട്ട് പറ്റുന്നത്. അവരിവിടെ ഇല്ല. ഇന്നെന്നാ കമത്തി കളയാത്തെ? കമത്താനൊന്നും നോക്കണ്ട, കമരത്തില്ല. ഇന്ന് തവിട് തീർന്നു പോയായിരുന്നു, അതുകൊണ്ട് ഇന്ന് തവിടിട്ട് ലോക്ക മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അധികം അങ്ങോട്ടേക്ക് ലഗേജ് ഇല്ല കളയാൻ വേണ്ടി. മണിക്കുട്ടൻ അവിടെ നിന്ന് വെള്ളം കുടിക്കുക കേട്ടോ, അതുകൊണ്ട് ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുക. കുടിച്ച് തീരുന്നവരെ നമുക്ക് ചുമ്മാ നിൽക്കണ്ടല്ലോ. നോക്കുന്നുണ്ട്, കാണിക്കാവേ. മണിക്കുട്ടാ, മണിക്കുട്ടാ, മണി കുടിച്ചു കഴിഞ്ഞോ? പിന്നെ പറയുവാണെങ്കിൽ കഴിഞ്ഞ ദിവസം എനിക്കൊരു പ്രാവിനെ കിട്ടി കേട്ടോ. പ്രാവിൻ്റെ കുഞ്ഞാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല, കുറച്ച് വലിയൊരു പ്രാവായിരുന്നു. അതിന് പറക്കാൻ മേലാതെ അതിനെ എനിക്ക് ഒരിടത്ത് ചെന്നപ്പോൾ കിട്ടിയതാണ്. അത് ഒരു സ്റ്റെപ്പിൻ്റെയും ഭിത്തിയുടെയും കൂടെ ഇടയ്ക്ക് ഇരിക്കുമായിരുന്നു. അപ്പം അതിന് നമ്മൾ കയറി ചെല്ലുമ്പോൾ നോർമലായിട്ട് അങ്ങ് കയറി പൊക്കോളൂന്ന് പുള്ളി ഓർത്തുകൊണ്ട് അവിടെ തന്നെ അതങ്ങ് ഇരുന്നു. അപ്പം ഞാനിതിനെ കയറി പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അതവിടെ ഇരുന്ന് തന്നു. എന്നിട്ട് ഞാനിവിടെ വണ്ടിയെ വെച്ച് ഇവിടെ കൊണ്ടുവന്ന് കടയിലൊക്കെ കയറി ഒരു ബോക്സൊക്കെ വാങ്ങിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് അതിനെ സെറ്റാക്കി അരിയും ചോറും ഒക്കെ കൊടുത്തിട്ട് അത് തിന്നില്ല. എന്നാൽ പിന്നെ ഇതിനെ നിലത്തേക്ക് വിടാം, അത് പയ്യെ നമ്മളുമായിട്ട് ഇണങ്ങിക്കോളൂല്ലോ എന്നോർത്ത് നിലത്തോട്ടൊക്കെ വിട്ടു. നിലത്ത് വിട്ടപ്പോഴത്തേക്കിനും നമ്മുടെ വീട്ടിലെ പൂച്ച അവൻ വന്ന് ഇതിനെ പേടിപ്പിച്ചപ്പോഴത്തേക്ക് ഇവൻ ഓടി. ഇവൻ പറന്ന് മുറ്റത്തൂടെ നടന്ന് ചാടി അവൻ ആ തൊഴുത്തിൻ്റെ മുകളിലോട്ട് കയറി. നമ്മുടെ വീടിൻ്റെ തൊഴുത്തിൻ്റെ മുകളിലോട്ട് പറന്നുപോയി. അന്നേരത്തേക്കിനും ഒരു കാക്ക എന്നെ ഫോളോ ചെയ്തിട്ട് അവനെ കൊത്തിയപ്പോഴത്തേക്കും അവൻ എങ്ങോട്ടോ പറന്നുപോയി. നമ്മുടെ വീടിൻ്റെ പുറകിലേക്ക് പറന്നുപോയി കഴിഞ്ഞപ്പം ഞാനോടത്ത് അവൻ വരുമായിരിക്കും, എതിലേ പോയെന്ന് നമുക്കറിയില്ലല്ലോ. പിന്നെ നമ്മുടെ വീട് അത്ര പരിചയമില്ല, അതുകൊണ്ട് വരുമായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ 3-5 ദിവസം കഴിഞ്ഞിട്ടും വന്നില്ല. അപ്പം ഞാനോടത്ത് അയ്യോ അത് പോയി. അത് കഴിഞ്ഞ് ഒരു ദിവസം 5-6 ദിവസം കഴിഞ്ഞ് ഒരു ദിവസം ഇങ്ങനെ മണിക്കൂട്ടൻ അവിടെ വെള്ളം കൊടുത്തിട്ട് ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുക. അവൻ അവിടെ വെള്ളം കുടിക്കുന്നു, ഞാനിവിടെ അവൻ കുടിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോഴത്തേക്കിനും ഇവിടുന്ന് ഈ പൊക്കത്തീന്ന് എന്തോ സാധനം ഇങ്ങനെ പറന്ന് വന്നിത് ഇവിടെ ഈ ഭിത്തിയേൽ ഇതുണ്ടല്ലേ, ആ ഭിത്തിയേൽ വന്ന് പറന്നിരുന്നു. അപ്പം ഞാൻ നോക്കുമ്പം ഇങ്ങനെ ഞാൻ നോക്കിയപ്പോഴത്തേക്കിനും ആ പ്രാവാകട്ടോ ഞാനുമായിട്ട് യാതൊരു പരിചയവും ഇല്ല, ഒരു ബന്ധവും ഇല്ല, പരിചയമില്ലെന്ന് പറഞ്ഞ പോലെ. ആദ്യമായിട്ട് കാണുന്നല്ലേ എന്നെ അന്ന്. അത് പിന്നെ ഞാൻ എടുത്തിട്ടോ തൊട്ടിട്ടോ ഒന്നുമില്ലല്ലോ. എന്നിട്ടും അത് എന്നെ തപ്പി അത്രയും ദിവസം കഴിഞ്ഞിട്ടും വന്നു കഴിഞ്ഞ് ഞാൻ അതിനെ പിടിക്കാൻ ചെന്നപ്പോഴത്തേക്കും അവനാ ഭിത്തിയിലേക്ക് പറന്നുപോയി. ഭിത്തിയെന്ന് പറന്ന് അവിടെ ചെന്ന് പിടിച്ചപ്പോഴത്തേക്കിനും അവനാ ഭിത്തിയെന്ന് പറന്ന് ഈ തൊഴുത്തിനകത്തേക്ക് വന്നു. തൊഴുത്തിനകത്ത് കയറിക്കഴിഞ്ഞ് തൊഴുത്തിൻ്റെ ഇവിടെ വന്നിരുന്നു. എന്നിട്ടും പിടുത്തം തന്നില്ല. അത് കഴിഞ്ഞ് അവൻ ഇങ്ങനെ പറന്ന് അവിടെ ആ പശുവിനെ കെട്ടുന്നിടത്തുണ്ടല്ലോ അവിടെ പോയി ഇരുന്നു. പിന്നെ ഞാൻ ഈ തൊഴുത്തിനകത്തൂടെ കയറി അവനെ പിടിച്ചെടുത്തു. അങ്ങനെ അവനെ പിടുത്തം കിട്ടി. ഇന്നിപ്പം കുറേ ദിവസമായി അവൻ പോയിട്ട്. എന്നിട്ട് മിക്കവാറും ദിവസങ്ങളിൽ വരുമായിരുന്നു കേട്ടോ. പിന്നെ പിടുത്തം തന്നു കഴിഞ്ഞ് ഞാൻ അതിനെ കൂട്ടിലിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് അതിനെ ഇറക്കി വിടുന്നത്. അതിന് തീറ്റയൊക്കെ കൊടുത്തു, വെള്ളം കൊടുത്തു, അരിയൊക്കെ കൊടുത്തു, അങ്ങനെയൊക്കെ കൂട്ടിലിട്ടേക്കുമായിരുന്നു. ഒരു ദിവസം എന്നിട്ട് ഞാൻ അഴിച്ചപ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി.
പെരയ്ക്കകത്തോട്ട് കയറിപ്പോയി. അവിടുന്ന് പുറയിലത്തെ വാതിൽ തുറന്ന് കിടപ്പുണ്ടായിരുന്നു, അതുവഴി അത് വെളിയിലേക്ക് പോയി. ഞങ്ങൾ പിടിക്കാൻ നോക്കിയിട്ടൊന്നും പിടുത്തം തന്നില്ല. അത് കഴിഞ്ഞ് കുറേ ദിവസം പിന്നെയും കാണാതെ പോയി. വിഷുവിൻ്റെ അന്നായിരുന്നു, വിഷുവിൻ്റെ അന്ന് ഉച്ചയ്ക്കാണ് കാണാതെ പറന്നു പോയത്. അത് കഴിഞ്ഞ് ഒരു 5-6 ദിവസം കഴിഞ്ഞപ്പം 5-8 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു അത് ചത്തുപോയി കാണും, ആരെങ്കിലും പിടിച്ച് കാണും എന്നോർത്തിരുന്നു. അത് കഴിഞ്ഞ് ഒരു ദിവസം പിന്നെയും വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ അരിയൊക്കെ കൊടുക്കും, അരിയൊക്കെ തിന്നും. പക്ഷേ തൊടാൻ സമ്മതിക്കില്ല, പിടിക്കാനും തൊടാനും ഒന്നും സമ്മതിക്കത്തില്ല. അങ്ങനെ പിന്നെ ഞാൻ എല്ലാ ദിവസവും തന്നെ വരും. ഒരു ദിവസം ഒരു 3-4 തവണയൊക്കെ വരുമായിരുന്നു. ഇപ്പം വീട്ടിലെ പൂച്ച എന്നേരം കാണാതെ പോയി. വീട്ടിലെ പൂച്ച ഈ പ്രാവിനെ പിടിക്കാൻ വന്നപ്പോഴത്തേക്കിന് ഞാൻ അവനിട്ട് ഒരു തല്ല് വെച്ച് കൊടുത്തു, ഒരു കുഞ്ഞ് ഈർക്കലി വെച്ചിട്ട് അടി വെച്ച് കൊടുത്തു. അന്നേരം അവനെ പ്രാവിനെ പിടിക്കാതെ അങ്ങ് മാറിപ്പോയി കിടന്നു. അതിനുശേഷം പൂച്ച പിന്നെ വൈകുന്നേരം തൊട്ട് കണ്ടിട്ടേ ഇല്ല. അപ്പം എല്ലാവരും പറഞ്ഞു ഞാൻ അവനിട്ട് തല്ല് വെച്ച് കൊടുത്തിട്ട് അവൻ പിണങ്ങിപ്പോയതാ, അവന് വേദന എടുത്തിട്ട് അവൻ നാട് വിട്ടുപോയതാ, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ എന്നെ എല്ലാവരും പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും പൂച്ച ഒരു 5-6 ദിവസം കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഈ പ്രാവ് എല്ലാ ദിവസവും വരുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പൂച്ച തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും പ്രാവിനെ കാണാതായി. ഇന്നിപ്പോൾ പ്രാവ് പോയിട്ട് 7-8 ദിവസമായി, ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ ഒരു കഥ. അപ്പോൾ മണിക്കൂട്ടൻ വെള്ളം കുടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, പോയി നോക്കട്ടെ. കുടിച്ചോടാ വെള്ളം? ഇച്ചിരിയും കൂടെ ഉണ്ടല്ലോ, അതുകൂടെ കുടിക്കാൻ മേലായിരുന്നോ? എന്നെ ഇത് കുടിക്കാത്ത തന്നെ അവിടെ കുടിക്കാൻ മേലായിരുന്നോ? ഇനിയിപ്പോൾ അത് കാക്കയൊക്കെ കൊത്തി. എന്നും പോകുന്നിടത്തോട്ട് പോ. ഇങ്ങോട്ടാണോ? അങ്ങോട്ട് പോടാ. പോ നമ്മളെന്നും പോകുന്നേ അങ്ങോട്ടാ, അങ്ങോട്ട് പോടാ. പോ അങ്ങോട്ടല്ല പോണ്ടത്. നടക്കനാണേലും നടക്ക്, നേരം പോയിന്നേ. വാ 8 മണിയായി. എടാ, മഴ വരുന്നതിന് മുമ്പ് എല്ലാം പോയി കഴിക്കടാ. ഇങ്ങോട്ട് വാ. ഇതെന്നാടാ കണ്ണേല്? വാ ഇങ്ങോട്ട്. പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും കേട്ടോ. കണ്ണിനകത്ത് തന്നെ പറ്റിയ ഒരു പീള കെട്ടുന്ന തന്നെടാ. കാണിച്ച് കണ്ടോ എൻ്റെ കണ്ണി പീള? ഇതിപ്പോൾ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ കാണുന്നേ. ഒത്തിലൊക്കെ നക്കാതെ നക്കാതെടാ, ഫോണേ നക്കാൻ നോക്കുക. അയ്യേ വേണ്ട, എനിക്ക് തുപ്പലെല്ലാം കൂടി ഫോണേ പറ്റും. എന്നാ വാ എടാ, വാടാ, കയറി പോന്നാലേ. നീ ഇവനെ കെട്ടിയിട്ട് കാണിക്കാം കേട്ടോ. അങ്ങോട്ടല്ല, ഇങ്ങോട്ട്. അങ്ങനെ മണിക്കൂട്ടനെ കയറ്റി അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. ഇതിലേ കൂടെയാണ് ആശാൻ കയറുന്നത്. അങ്ങോട്ട് പോ, പുല്ലൊക്കെ ഉള്ളിടത്തോട്ട് പോ. പോകാനേ, ഇങ്ങോട്ട് പോടാ. അവിടെ എന്നതാടാ ഉള്ളത്? ഇങ്ങോട്ട് വാടാ. ഞാൻ നോക്കി അവിടെയല്ലേ നിന്ന്, ഇങ്ങോട്ട് വാ. അവിടെ പോവാണെങ്കിൽ ഇച്ചിരി കൂടെ പുല്ലൊക്കെ ഉണ്ട്. പോ തല്ല് വാങ്ങിക്കും കേട്ടോ. അവിടെ നിൽക്കി തൽക്കാലം. ഇപ്പം മുകളിലോട്ട് പോകണ്ട, അങ്ങോട്ട് പോകണ്ടരാ. കാലയിലൊക്കെ കോല് കുത്തി കയറുന്നു. അവന് പിന്നെ അങ്ങനെയൊന്നുമില്ലല്ലോ. അവിടെയൊന്നും പോയാലൊന്നുമില്ല. ഇങ്ങോട്ട് വാന്നേ, ഇങ്ങോട്ട് വാ. ഇവിടെ കേട്ടമ്പാ. ഇങ്ങോട്ട് ഇറങ്ങി വാ. ഇവിടെ കേട്ടാ, ഇങ്ങോട്ട് വാ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ എല്ലാവർക്കും ബൈ.